മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് 3 പേരും കൂടെ കണ്ണേട്ടനെയും കൊല്ലാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയതെന്നും അതുകൊണ്ട് ഒന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറയണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയോടായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോളെ ഞാനൊന്നും അറിഞ്ഞതല്ല, എല്ലാം ചെയ്തത് ഉണ്ണിയാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം എനിക്കറിയാം, അമ്മയുടെ അറിവോടുകൂടി അല്ലാതെ ഉണ്ണിയേട്ടൻ ഒന്നും ചെയ്യില്ല എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. ഇനി കണ്ണേട്ടനും കുഞ്ഞിനും ഏട്ടത്തിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ഇവിടെ ഒരുപാട് ആളുണ്ടെന്നും അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം നിങ്ങൾ ഇനി ജീവിക്കാൻ എന്നെല്ലാം മഞ്ജു ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോളെ നീ എന്നെ വിശ്വസിക്കേ, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞാലാണ് നീ ഇപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് 3 നേരം സുഭിക്ഷമായിട്ട് ഉണ്ടുമുടുത്തും കഴിയാൻ വേണ്ടിയിട്ട് കണ്ണേട്ടൻ്റെ മുന്നിൽ നിങ്ങൾ അഭിനയിക്കുകയാണെന്നും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നല്ല പിള്ള ചമയാതെ അഭിനയിക്കാതെ നന്നായിട്ട് തന്നെ ജീവിക്കാൻ നോക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ഉണ്ണിയുടെ അടുത്തോട്ട് പോകുന്നു. ഉണ്ണിയുടെ അടുത്തെത്തുന്ന മഞ്ജു ആണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് നോക്കുവല്ലേടാ, നീ AC-യിൽ വിഷവാതകം നിറച്ച് എൻ്റെ കണ്ണേട്ടനെ കൊന്നിട്ട് നിനക്കിവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചോ? നിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് മാർക്കോ നിന്നെ ഒരു മൂലയിൽ ഇരുത്തും, അത് നിനക്ക് ഉടനെ തന്നെ സംഭവിക്കും, നീ മര്യാദക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് മഞ്ജു. പിന്നീട് കരുണാലയത്തിൽ നിന്ന് മുത്തശ്ശിയുടെ ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ കമലേശ്വരത്തോട്ട് വരുന്നു. കരുണയെ കാണുമ്പോഴേക്കും കാലി തുള്ളിക്കൊണ്ട് തന്നെ ദുർഗ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാടി ഇവിടെ നിന്ന് പോയതിട്ട് പിന്നെയും തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല, ഇതെല്ലാം ചെയ്തത് ഉണ്ണിയേട്ടനാണെന്നും എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഉണ്ണിയേട്ടൻ പറയുന്നതല്ലേ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നതെന്നെല്ലാം കരുണയാണെങ്കിൽ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, നീയും നിൻ്റെ ഉണ്ണിയും കൂടെ ചെയ്തു കൂട്ടുന്ന എല്ലാ ദ്രോഹങ്ങൾക്കും ഇപ്പോൾ പഴി കേൾക്കുന്ന ഞാനാണെന്നും എൻ്റെ മോള് വരെ എന്നെ ഇപ്പോൾ പഴി പറയുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ ദേഷ്യപ്പെടുന്നുണ്ട് കരുണയോട്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മഞ്ജു ആണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം നല്ല പിള്ള ചമഞ്ഞിട്ട് നിങ്ങളുടെ ഈ മരുമോളെ നിങ്ങൾ വിളിച്ചു വരുത്തിയല്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അവളുടെ മുഖത്തെ പാട് നോക്ക്, ഞാൻ അടിച്ച പാട് അതേപോലെ ഉണ്ട്, ഞാൻ വിളിച്ചു വരുത്തിയിട്ടല്ല അവളിവിടെ വന്നിരിക്കുന്നതെന്നെല്ലാം പറയുന്നു. നിങ്ങൾ 3 പേരും കണക്കാണെന്നും നിങ്ങളെയൊന്നും ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റില്ല, നിങ്ങളുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നവളാണ് ഞാനെന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് കണ്ണൻ വരുന്നുണ്ട്. കണ്ണനെ കാണുന്നതും മഞ്ജു ആണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ ഇനിയെങ്കിലും വെച്ച് പൊറിപ്പിക്കാതിരുന്നൂടെ കണ്ണേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. ഇവളെ ഒരിക്കലും ഇവിടെ താമസിപ്പിക്കാനായിട്ട് കൊള്ളില്ല, ഇവൾ കുഞ്ഞിനെയും ഏട്ടത്തെയും കണ്ണേട്ടനെയും അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കും, അതിനൊരവസരം കാത്തിരിക്കുകയാണ് ഇവളെന്നും അതുകൊണ്ട് കണ്ണേട്ടൻ ഒരിക്കലും ഇവളെ വിശ്വസിക്കരുതെന്നെല്ലാം പറയുമ്പോൾ കരുണയാണെങ്കിൽ തൊഴുകയോട് തന്നെ കണ്ണൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇവളുടെ അഭിനയമൊന്നും കണ്ണേട്ടൻ കാണണ്ട, ഇവൾ ചതിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇവളെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്താനായിട്ട് കൊള്ളില്ല, എത്രയും പെട്ടെന്ന് ഇവളെ ഇറക്കി വിടണമെന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണൻ്റെ കാലിലോട്ട് വീഴുകയാണ്. അങ്ങനെ കണ്ണൻ്റെ കാലിൽ വീണുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് കരുണ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം കണ്ണേട്ട, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ഒരു ദ്രോഹം ചെയ്യില്ല, എനിക്ക് വന്നുപോയ അബദ്ധമാണ്, എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നതെന്നെല്ലാം കരഞ്ഞു പറയുമ്പോഴേക്കും കണ്ണൻ ഈ കരച്ചിലിൽ ചെറിയൊരു അരിവ് തോന്നുകയാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുന്നിൽ കരഞ്ഞ് അഭിനയിക്കുകയാണ് നമ്മുടെ കരുണയുടെ അഭിനയം കാണുമ്പോഴേക്കും കണ്ണൻ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിലും തൻ്റെ കാലിൽ വീണ് കരഞ്ഞ കരുണയെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് കണ്ണന് മനസ്സ് വന്നില്ല. അത്രയ്ക്ക് നന്മയുള്ള മനസ്സാണ് കണ്ണൻ്റെ. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ കരഞ്ഞ് കാല് പിടിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല, മുകളിൽ കിടക്കുന്നവനിക്ക് എപ്പോഴാണ് എണീറ്റ് നടക്കാൻ ആവതുണ്ടാകുന്നത്, ആ സമയം നിങ്ങൾ ഇവിടുന്ന് 2 പേരും ഇറങ്ങിക്കോണം, അതുവരെയുള്ള ജീവിതം മാത്രമേ നിങ്ങൾക്ക് ഇവിടെയുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് കരുണ തൊഴുകയോട് തന്നെ നിൽക്കുകയാണ് കണ്ണൻ്റെ മുന്നിൽ. പിന്നീട് ഉണ്ണിയുടെ അടുത്തോട്ട് വരുന്ന കരുണയാണെങ്കിൽ ഉണ്ണി കിടക്കുന്നത് കണ്ട് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ പറയുന്നുണ്ട്, നിങ്ങളിവിടെ കിടന്നോ, നിങ്ങളെ പുറത്താക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ ചേട്ടൻ, അതുകൊണ്ട് നിങ്ങളിവിടെ ഒന്നും അറിയാത്തതുപോലെ ഇരുന്നോളാനെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കരുണ. അതേസമയം ഉണ്ണി പറയുന്നുണ്ട്, എന്താണെങ്കിലും വരട്ടെ, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല, എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഒന്ന് വല്ലാതെ ആകുന്നുണ്ട്. നീ എന്താണ് ഇപ്പോൾ തിരിച്ചു വന്നതെന്നല്ല ഉണ്ണി ചോദിക്കുമ്പോഴേക്കും, എനിക്ക് വരാതെ പറ്റില്ലല്ലോ, ഇവരുടെ മുന്നിൽ ഞാൻ നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് വേണം ഇനി ജീവിക്കാൻ, എന്നാൽ മാത്രമേ ഇവിടെ നമ്മൾക്ക് നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല, നീ അഭിനയിക്കുകയാണെങ്കിൽ തകർത്ത് അഭിനയിച്ചോളാനല്ല ഉണ്ണി പറയുന്നുണ്ട്.
ആ ലക്ഷ്മിയും കുഞ്ഞിനെയും കണ്ണേട്ടനെയും എനിക്കൊരവസരം കിട്ടുന്ന സമയത്ത് ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, നിനക്കിഷ്ടമുള്ള പോലെ നീ ജീവിച്ചോളാനായിട്ടെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് റിമാൻഡിൻ്റെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങാണ് പ്രതാപനും വാമദേവനും. അങ്ങനെ അടുത്ത തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതാപനെയും വാമദേവനെയും നല്ല ഒരു രീതിക്ക് തന്നെ മാർക്കോ പെരുമാറുന്നുണ്ട്. മാർക്കോയുടെ കൈകളിലോട്ട് ആണ് രണ്ടുപേരും തന്നെ ഇറങ്ങി വന്നതും. കണ്ണൻ്റെ അച്ഛനെ കൊന്നതിനും കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചതിനുമെല്ലാമായിട്ട് മാർക്കോ രണ്ടുപേർക്കും നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.